ഒരു രാത്രി കൊണ്ടൊന്നും നേരം വിളിക്കില്ല. അവസരങ്ങൾ ഇനിയും ഉണ്ടാവും, ഞാനുണ്ടാക്കും. പക്ഷേ ആ സമയത്ത് അവൾ അവനോടൊപ്പം ഉണ്ടാകാൻ പാടില്ല. മുഴുവനും ചായ ആയിപ്പോയല്ലോ. ഇതിനി എന്ത് ചെയ്യാനാ? അയ്യോ, അതെ, അതിനിപ്പോ ഉപയോഗിക്കാനും പറ്റുകയല്ല. അതെ, ഇനിയിപ്പോ എന്ത് ചെയ്യാം? സാരമില്ലടാ. അല്ല, ഇനി ഇതുപോലെ വേറൊരെണ്ണേ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വക്കീലോട് പറയാം. അല്ല, ഇത് എന്ത് ഡോക്യുമെന്റ്സ് എന്നാ പറഞ്ഞത്? അത് അതെ, ഈ ഗിരിയുടെ പെങ്ങന്മാർക്ക് വേണ്ടിട്ട് അവർക്കൊരു നല്ല ഭാവി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു പ്ലാൻ ആയിരുന്നു. ഏതാ? സാരമില്ല, പുതിയ ഒരെണ്ണം ഉണ്ടാക്കാൻ മോനെ. ഓ, അതായിരുന്നോ? ശോ, ഏതായാലും അച്ഛൻ വക്കീലിനെ കൊണ്ട് ഒരെണ്ണം കൂടി ശരിയാക്ക്. എന്നിട്ട് വിളിച്ചാ മതി, ഗിരിട്ടം വന്ന് ഒപ്പിട്ട് തരും. ശരി, ഞാൻ എല്ലാം ശരിയാക്കിയിട്ട് മോനെ വിളിച്ച് പറയാം. ഏതാ? അല്ല ഗിരിയേട്ടാ, നമുക്ക് ഇറങ്ങാം. ഒത്തിരി സമയമായില്ലേ, ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. എന്റെ പദ്ധതികൾ കുളവാക്കിയില്ലേ, ഇനി നീയൊക്കെ നിന്നാലെന്താ, നിന്നില്ലെങ്കിൽ എന്താ? അല്ല, അച്ഛനെന്തേ ചിന്തിച്ചു നിൽക്കുന്നേ? ഡോക്യുമെന്റ്സ് നാശായതിന്റെ വിഷമായിരിക്കും അല്ലേ? അതൊന്നും അല്ല, ഞാൻ വെറുതെ. ഓ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അമ്മാവന്റെ പത്രം. താങ്ക് യു ഗിരിയേട്ടാ. വാ അമ്മാവൻ, ഞങ്ങൾ ഇറങ്ങാണേ. ഇന്നത്തെ വിരുന്ന് അടിപൊളിയായിരുന്നല്ലേ? അതെ അതെ, സദ്യ ഗംഭീരായിരുന്നു. സദ്യ മാത്രല്ല, മൊത്തത്തിൽ നല്ല രസമായിരുന്നു ഇന്നത്തെ ദിവസം. അമ്മാവന്റെ വീട്ടില് ഇത്ര സ്വാതന്ത്ര്യത്തോടെ ചെലവഴിക്കുന്ന ആദ്യത്തെ ദിവസമല്ലേ ഇന്ന്. അതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെ. ഇപ്പൊ ഇത് നമ്മുടെ ഏട്ടത്തിയമ്മയുടെ വീടല്ലേ, അതുകൊണ്ട് ഇനി എപ്പോ വേണമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ഇവിടെ വരാലോ എന്ന് കരുതി എല്ലാത്തിനൊരു ലിമിറ്റ് വേണം. അമിത സ്വാതന്ത്ര്യം എടുത്താ ഏട്ടന് ചിലപ്പോ ഇഷ്ടായിന്ന് വരില്ല. രശ്മിജി, പെർഫ്യൂം ഇച്ചിരി എനിക്കൂടെ തരാം. രശ്മിജി, എന്താ ഒരു ഗൂഢാലോചന? ഏയ് ഒന്നുമില്ല, ഞങ്ങളിവിടെ വന്നതിന്റെ സന്തോഷം പങ്കുവെക്കുമായിരുന്നു. എന്നാ നമുക്ക് ഇറങ്ങാം. അപ്പോ ഇപ്പൊ പോണോ? നമ്മൾ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നല്ലോ, വിരുന്നിന് വന്നല്ലേ. വിരുന്ന് കഴിഞ്ഞു, ഇനി നമുക്ക് പോവാം. പിന്നെ വരാട്ടോ. അമ്മേ, എന്താ മോളെ? ഞങ്ങൾ ഇറങ്ങാം. ഇറങ്ങുവാണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? സന്ധ്യയാവാൻ പോവല്ലേ, പിന്നെ ഗിരിയേട്ടൻ ചെന്നിട്ട് വേണം കട അടയ്ക്കാൻ. അല്ലേ, എന്നാലും ഇനി ഒരു ദിവസം വരാം. ഗിരി, വേറൊരു ദിവസം വരാപ്പച്ചി. നിങ്ങളത് എടുക്കും കുട്ടിയെ, ഞാൻ എന്തു പറയാനാ? അപ്പച്ചി വിഷമിക്കണ്ട, ഉടനെ തന്നെ ഞങ്ങൾ വീണ്ടും വരാം. ഞാൻ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്തു വെക്കുമായിരുന്നു. അന്നേരം മോള് വിളിച്ചേ. നിങ്ങളിവിടെ നിൽക്ക്, ഞാനിപ്പോ അതെടുത്തിട്ട് വരാം. എന്തായിരിക്കും അപ്പച്ചി എടുക്കാൻ പോകുന്നേ? എന്തായാലും അപ്പച്ചി തരുന്നതല്ലേ. ഇപ്പോഴും വേനയുണ്ടോ ഗിരിയേട്ടാ? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വിരുന്നിന് വരുമ്പോ പെണ്ണിനും ചെക്കനും കൂടെ വരുന്നവർക്കും സമ്മാനങ്ങൾ കൊടുത്തയക്കണമെന്നാ. ഇത് നിങ്ങൾക്കുള്ള സമ്മാനങ്ങളാ. ഇത് ഗിരിക്കും പാറുനും. ഇതിന്റെ ആവശ്യമുണ്ടോ അപ്പച്ചി? അപ്പച്ചിയുടെ ഒരു സന്തോഷത്തിനാ മോനെ. അപ്പച്ചി, ഇത് കുഞ്ഞിക്ക്. താങ്ക് യു. റാണിക്ക്. രശ്മി, താങ്ക് യു അപ്പച്ചി.
ഇത് മോൾക്ക്. ഇപ്പൊ എല്ലാവർക്കും സന്തോഷായില്ലേ? ഒരുപാട് ഒരുപാട് സന്തോഷായി. അച്ഛാ, ഞങ്ങൾ ഇറങ്ങുക. ആ നകുലേട്ടാ, പോവാ. ശരി അമ്മ. പോട്ടെ അപ്പച്ചി. ശരി അപ്പച്ചി, പോയിട്ട് വരാവേ. ശരി അപ്പച്ചി. പോട്ടെ അമ്മേ. ഹാപ്പി ആയിരിക്കണം. വരാം. പോയിട്ട് വരാം അപ്പച്ചി. പോയിട്ട് വാ മോനെ. ടാറ്റ അപ്പച്ചി. എന്തെല്ലാം കാട്ടിക്കുട്ടലുകളാ അവനും അവളും കൂടി ഇവിടെ കാണിച്ചു കൂടിയത്. ആ, അതെല്ലാം സമ്മതിച്ച് അച്ഛൻ ഒന്നും മിണ്ടാതെ നിന്നില്ലേ? ഉപദേശിച്ച് അച്ഛനെ ഒരു പരുവത്തിലാക്കിയല്ലേ? താൻ തന്നെ കാര്യം നോക്കി പോയേ, എനിക്ക് ഇടിച്ചേൻ പോ. ഇപ്പൊ അച്ഛന് സമാധാനമായല്ലോ. എടാ, ഒരു രാത്രി കൊണ്ടൊന്നും നേരം വിളിക്കില്ല. അവസരങ്ങൾ ഇനിയും ഉണ്ടാവും, ഞാനുണ്ടാക്കും. പക്ഷേ ആ സമയത്ത് അവൾ അവനോടൊപ്പം ഉണ്ടാകാൻ പാടില്ല. അവളെ ഒഴിവാക്കി അവന് ഒറ്റയ്ക്ക് കിട്ടണം. അതിന് ഞാൻ വഴിയൊരുക്കിക്കോളാം.